ഒന്നുമില്ല, പിന്നെ കാറ്റ്, നല്ല കാറ്റ്. കേട്ടോ പ്രൊഫസർ, ഞാൻ പറയുന്നതിന് എതിരായിട്ടൊന്നും ചിന്തിക്കരുത് പ്ലീസ്. രാജുവും തോമസും ചെയ്ത തെറ്റിന് അവരും അവരുടെ രക്ഷകർത്താക്കളും നിരുപാധികം മാപ്പ് പറയുന്നു. മേലിൽ ഇത്തരം തെറ്റുകൾ ഇവർ ആവർത്തിക്കില്ലെന്ന് രക്ഷകർത്താക്കളായി ഇവർ ഉറപ്പു പറയുകയും ചെയ്യുന്നു. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള അവകാശവും അധികാരവും ഫാദറിനുണ്ട്. എന്റെ അനുവാദത്തിന് എന്താ പ്രസക്തി? എനിക്ക് തനിച്ചൊരു തീരുമാനം എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു സഹപ്രവർത്തനം എന്നതിനേക്കാളേറെ പ്രൊഫസറെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എന്റെ തീരുമാനം താങ്കൾക്കൂടെ സമ്മതമാണെന്ന് എനിക്ക് ഉറപ്പുവരുത്തണം. വി ആർ റിയലി സോറി സർ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല സാർ. മക്കൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു സാർ. ഇവരിൽ നിന്ന് ഇനി ഇങ്ങനൊരു പെരുമാറ്റദോഷം ഉണ്ടാവില്ലെന്ന് ഞങ്ങൾ ഉറപ്പുവരുന്നു. പ്ലീസ് പ്രൊഫസർ. ഫാദറിന്റെ യുക്തം പോലെ തീരുമാനിച്ചോളൂ, എനിക്ക് വിരോധമില്ല. താങ്ക് യു വെരി മച്ച് പ്രൊഫസർ. സോറി. ഒറ്റയ്ക്കാണ് താമസം എന്ന് പറഞ്ഞിട്ട് ഇതാരാണ്? ഞാൻ പറഞ്ഞിരുന്നില്ലേ, എന്റെ സുഹൃത്ത് കൈമളുടെ മകൻ ബോബി. ഓ ഐ സീ, എ ന്യൂ എൻട്രന്റ് ടു ദി കോളേജ്. ഗുഡ്. പ്രിൻസിപ്പലാണ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അങ്കിൾ. അല്ല, ഗുഡ് മോർണിംഗ് ഫാദർ. വെരി ഗുഡ് മോർണിംഗ്. പോയി ഡ്രസ് മാറി തയ്യാറാകാൻ നോക്ക്. യെസ് അങ്കിൾ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. മൂപ്പിൽസുമാരെയും കൊണ്ട് വീട്ടിൽ ചെന്ന് കാലി വീണിട്ടാ പുലി തണുത്തത്. തന്തപ്പടിയുടെ തെറിയേട്ടനാണെങ്കിലും ഒരു കൈയും കിടക്കില്ല. പിന്നെ ഞാന് ഇതോടുകൂടി നമ്മളൊക്കെ ഒതുങ്ങിയെന്നാവും മൂപ്പര് ധരിച്ചിരിക്കുന്നത്. വിഷമുള്ള പാമ്പിനെയാണ് നോവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഞാൻ വെച്ചിട്ടുണ്ട്. ആ വരുന്നത് നമ്മുടെ പുലിയുടെ കൂടെ താമസിക്കുന്ന പയ്യനല്ലേ? അതെ. നമ്മുടെ കോളേജിൽ ആദ്യമായിട്ട് വരുമ്പോ കാര്യമായിട്ടൊന്ന് പെരുമാറണ്ടേ? വേണം. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. അടിയോ, അവൻ വന്ന് കേറിയില്ല. അതിനു മുമ്പ് അവൻ ഷൈൻ ചെയ്യുവാണല്ലോ. ഗുഡ് മോർണിംഗ് എവരിബഡി. സാറേ. ആ സാറിനെ തന്നെ വാ. ഈ കോളേജിൽ ആദ്യമായിട്ടാണല്ലേ? എല്ലാവരും ഒരു ദിവസം ആദ്യമായിട്ട് വന്നല്ലേ നോക്കൂ. ഇതാ നോക്ക്, ഞങ്ങളൊക്കെ ഇവിടുത്തെ സീനിയേഴ്സാണ്. ആ ഒരു റെസ്പെക്ടോടുകൂടി വേണം പെരുമാറാൻ. ഓക്കെ? ഞാൻ മുമ്പ് പഠിച്ചിരുന്ന കോളേജിൽ ഞാനും ഒരു സീനിയർ ആയിരുന്നു. വർത്തമാനം കേട്ടിട്ട് ഇത്തിരി കൊമ്പുള്ള ഇനമാണെന്ന് തോന്നുന്നല്ലോ. ഒരു സംശയവും വേണ്ട, ആണ്. കഴിഞ്ഞ കോളേജിൽ നിന്ന് TC വാങ്ങി ഇറങ്ങിപ്പോന്നത് യൂണിയൻ ചെയർമാനെ തല്ലി എല്ലൊടിച്ചതിനാണ്. അതിനു മുമ്പ് പ്രൊഫസറെ തെറി വിളിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. വേറൊരിടത്ത് സാഹി കെട്ടപ്പോ ഹോസ്റ്റൽ വാർണിട്ടൊന്ന് കൊടുത്തു. മൊത്തത്തിൽ തരക്കേടില്ലാത്ത റെക്കോർഡ് കയ്യിലുണ്ട്. ഇതിപ്പോ 7ാമത്തെ കോളേജാ. എനി മോർ ക്വസ്റ്റ്യൻസ്? ഒടളിയ കൈ, ഇത്രയും സ്വഭാവ ഗുണമുള്ള ഒരുത്തനെ ഞങ്ങൾ ആദ്യമായി കാണുകയാണ്. താൻ ഞങ്ങളെക്കാൾ സീനിയറാണ്, നേതാവാൻ പറ്റിയ ചുരു. വന്നേ പറയട്ടെ. നമുക്കിവിടെ ഇരിക്കാം.
ഇതർ ബൈട്ടോ. അല്ല ആശാനെ, ഈ പുലിയുടെ കൂടി ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുന്നു? പുലിയോ? ഓ, അതറിഞ്ഞൂടെ? തമ്പി സാറിന് ഈ കോളേജിൽ ഇട്ടേക്കുന്ന ഇരട്ടപ്പേരാണ് പുലിയെന്ന്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇന്നലെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പൊറുതി. പോരാൻ നേരത്തെ തന്തപ്പടി പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ഒന്നീ ഞാൻ ഗുണപ്പെടും, അല്ലെങ്കിൽ മൂപ്പര് വിലയാകുമെന്ന്. എടാ, ബെല്ലടിച്ചു. ആ, ഞാൻ ക്ലാസ്സിലേക്കില്ല. ഫസ്റ്റ് അവർ പോയി തൊലയട്ടെ. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ആശാനെ, ഇവിടെ അടുത്ത് ഹോട്ടലോ ക്യാൻറ്റീനോ ഒന്നും ഇല്ലേ? ക്യാൻറ്റീൻ ഇല്ല, ഹോട്ടൽ ഗ്രൗണ്ടിന്റെ അപ്പുറത്താ. ഒരു 10 മിനിറ്റ് നടക്കണം. അത് വയ്യ. അല്ല ഷാനെ, രാവിലെ വീട്ടിൽ നിന്നല്ലേ പോകുന്നത്, പിന്നെന്താ എത്ര വിശപ്പ്? പുലിയുടെ മാളത്തിൽ നിന്നല്ലേ പോകുന്നത്. പുലിക്ക് പുല്ല് നിന്നാ മതി, പക്ഷെ എനിക്കത് പോരല്ല. ഇവിടെ ഡൈനിങ് ഹാൾ എവിടെയാ? ലൈബ്രറിയുടെ പുറയില്. വഴിയുണ്ട്, വന്നേ. ഇത്രയും കൊല്ലം ഇതിനകത്ത് കയ്യിലും കുത്തി നടന്നിട്ടും ഈ ബുദ്ധി നമുക്കാർക്കും തോന്നിയില്ലല്ലോ. പോക്കറ്റ് മണി എത്രയോ ലാഭിക്കായിരുന്നു. ആർക്കും ഒരു ഛേദമില്ലാത്ത സ്റ്റൈലൻ പ്രോഗ്രാം അല്ലേ? കുറേശ്ശെ വീതേ നമ്മൾ എടുക്കുന്നുള്ളൂ. ബട്ട് വി ഗെറ്റ് ദി ബെസ്റ്റ്. ഫാന്റാസ്റ്റിക്. മീൻകറി, ഓംലറ്റ്, ചപ്പാത്തി, ചോറ്. എന്നാ പിടിച്ചോ. താങ്ക് യു. മുക്ക്. ഇന്നത്തെ കാര്യം കുശാൽ. കൈയെഴുകാൻ വെള്ളം ഇവിടെ ഇഷ്ടാ. ടാപ്പ് ഇവിടെ ഈ മൂലയ്ക്കുണ്ട്. താങ്ക് യു. ഫാദർ, ചെയ്തത് തെറ്റാണെങ്കിൽ കുറ്റമേൽക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഏത് സാഹചര്യത്തിൽ ഞാനിത് ചെയ്തു എന്ന് ഫാദർ അറിയണം. വിശപ്പ് സഹിക്ക വയ്യാതെ ചെയ്തു പോയതാണ്. വിശപ്പോ? യെസ് ഫാദർ, അതാണ് സത്യം. ഇന്നലെ ഉച്ചയ്ക്ക് നേരാമണ്ണം ഭക്ഷണം കഴിച്ചതാണ്. അതിൽ പിന്നെ 2 കഷ്ണം ഉണക്ക റൊട്ടിയും ഐസ് വാട്ടർ മാത്രമാണ് കഴിച്ചത്. വാട്ട് യു മീൻ? താൻ പ്രൊഫസർ തമ്പിൽ കൂടെ അല്ലേ താമസിക്കുന്നത്? പിന്നെന്താ? അങ്കിളിന് കൊളസ്ട്രോളിനെ പേടിച്ച് ഭക്ഷണം കഴിച്ചുകൂടാ. ശരിയാ, അങ്കിളിന്റെ ശരീരത്തിന് അത്രയും മതി. പക്ഷെ എന്റെ ഈ പ്രായത്തിന് അതുകൊണ്ട് വല്ലതും ആവുമോ ഫാദർ? ഫാദർ എന്നിട്ട് ഗോപിയുടെ പേരിൽ ഒരു ആക്ഷൻ കൊടുത്തില്ലേ? വിശന്ന് പൊരിയുമ്പോ കട്ടിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലും എടുത്ത് തിന്നു പോകും. ഇത്രയും പ്രായമായി എനിക്ക് പോലും പറ്റുകയില്ല വെറും വേറോടെ 1 മണിക്കൂർ പിടിച്ചു നിൽക്കാൻ. പിന്നെയല്ലേ ഈ ഇളം പ്രായത്തിൽ ആ കൊച്ചൻ. ശരിയായില്ല ഫാദർ, ഗോപി ചെയ്തത് തെറ്റ് തന്നെയാണ്. അവനെ അതിന് മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് പകരം ഞാനുമായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിൽ വെറുതെ വിട്ടത് ശരിയായില്ല. ശിക്ഷിക്കുകയാണെങ്കിൽ ഗോപിയല്ല ശിക്ഷിക്കേണ്ടത്, പ്രൊഫസറെയാ. ഗോപി, എന്താ അങ്കിൾ? അവിടെ ഇരിക്കേ. ഇതൊക്കെ എടുത്ത് പൊട്ടിച്ചു വയ്ക്കേ.
ഇരിക്കാൻ. ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, മുട്ട പുഴുങ്ങിയത്, ചിക്കൻ നൂഡിൽസ്, ആപ്പം, ദോശ, പൊറോട്ട. കഴിക്കേ. അയ്യോ അങ്കിൾ. കമാന്നൊരു അക്ഷരം വേണ്ടി പോകരുത്. വിൽശാലം പോലും ഭാഗ്യം വെക്കരുത്. ആ കഴിക്ക്, വിശപ്പ് മാറട്ടെ, കഴിക്ക്. പ്രൊഫസർ തമ്പി എന്നെ പട്ടിണി കിട്ടും 4 പേരോട് പറഞ്ഞ് നാണം കെടുത്തരുത്. ഇനി ആരുടെയും ചോറ് കട്ട് തിന്നുകയരുത്. കഴിക്ക്. മുഴുവനോ? ആ മുഴുവനും കഴിക്കണോ? അങ്കിൾ കഴിക്കണോ?